ബോഡി കണ്ടു. ആ ഒരു അവസ്ഥ എനിക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. പിന്നെ ഞാൻ വന്ന് കണ്ടിട്ട് എനിക്ക് പോലും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നോക്കിയത് തന്നെ വളരെ ദൈവകൃപയാണ്. ഒരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാണ് കിടന്നത്. മനസ്സിലായില്ലേ? എൻ്റെ ഒരു അച്ഛൻ ഒരിക്കലും മോൻ പോകണമെന്ന് പ്രാർത്ഥിക്കൂല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചത് എന്താണ്, അവൻ്റെ വിളി കേൾക്കാനും പിന്നെ അവൻ്റെ ഉള്ള മോളോട്ട് പഴുത്തി അറിയാൻ 2 കാലം മുറിക്കേണ്ടി വരും. കാണാൻ താങ്ങാതെ വരും. നമസ്കാരം. 3-4 ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. അതായത് ഒരു കുട്ടിക്ക് ജന്നി വന്നതിന് ശേഷം ശരീരമാകെ വീർത്ത് വ്രണമൊക്കെ ആയി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആ കുട്ടിയെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ചെയ്തായിരുന്നു. നന്ദഗോപാൽ എന്നാണ് പേര്. ആ കുട്ടി മരണപ്പെട്ടു. നമ്മുടെ മാധ്യമ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അത് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത് അഗസ്റ്റിൻ ചേട്ടനാണ്. അഗസ്റ്റിൻ ചേട്ടൻ ഇവിടെ കൂടെ ഉണ്ട്. ചേട്ടാ, ഭയങ്കര സങ്കടമായിപ്പോയല്ലേ? സങ്കടമായിപ്പോയി. കാരണം പറഞ്ഞാൽ അതായത് തന്നെ ഒരു ആൺമോനും ഒരു പെൺകുട്ടിയാണുള്ളത്. പക്ഷേ ഈ ഇത്രയും ഒരു ജീർണിച്ച അവസ്ഥയിൽ ഈ മോനിങ്ങനെ കിടക്കുന്നതെന്ന് പറയുന്നത് ദൈവം വിളിച്ചതാണ്. ഏറ്റവും നല്ലതാണ് ഇപ്പോൾ എൻ്റെ ഒരു മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്. അതെ, പുഴുവരിച്ച അവസ്ഥ ഒരിക്കലും അത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ ആ ഒരു കഷ്ടപ്പെടുന്ന അവൻ്റെ അപ്പൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നോക്കിയത് തന്നെ വളരെ ദൈവകൃപയാണ്. ഒരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാണ് കിടന്നത്. മനസ്സിലായില്ലേ? പിന്നെ ദൈവകൃപയിൽ നമ്മളന്ന് പിന്നെന്താ പറയുക, ഷൂട്ട് ചെയ്ത് കുറച്ച് പൈസ, നല്ല മനസ്സായിട്ടുള്ള ആൾക്കാർ കുറച്ച് പൈസ തന്നു. അത് അതേപോലെ തന്നെ തുച്ഛമായ കാശ്, ഒരു 3700 രൂപയ്ക്കകത്ത് 3120 രൂപ ടോട്ടൽ വന്നിട്ടുണ്ട്. അത് ഓൾറെഡി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അന്ന് വരെയുള്ള അപ്ഡേറ്റ് പുള്ളി ഞാൻ കാണിക്കുകയും ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ വേണ്ടത്. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സഹായം കൂടെ നമ്മൾ ചെയ്തു കൊടുത്തു. അങ്ങനെ ആ കുട്ടിയുടെ കാര്യങ്ങൾ അന്ന്, എന്നാലും അതിനൊന്നും തികഞ്ഞില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, തികഞ്ഞില്ല. വന്ന് ഞാൻ കണ്ടു, ബോഡി കണ്ടു. ആ ഒരു അവസ്ഥ എനിക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. പിന്നെ ഞാൻ വന്ന് കണ്ടിട്ട് എനിക്ക് പോലും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. അതെ, ഇനിയും ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട്. ആ കുഞ്ഞു മോളാണെങ്കിലും അമിതമായ വളർച്ചയും അതോടൊപ്പം തന്നെ ഇതേപോലൊരു രോഗം തന്നെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ടുള്ള ഒരിതുണ്ട്. അവരെ സഹായിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും സഹായിക്കണം എന്ന് മാത്രം. ഒരു ദിവസം ഇവരുടെ വീട്ടിൽ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ദിവസം അവരുടെ വീട് വന്ന് കാണുക, അവരുടെ ആ രോഗാവസ്ഥ ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ അയിരൂപ്പാറയ്ക്കടുത്ത് ഓൾറെഡി ശാന്തിപുരം എന്ന് പറയുന്ന സ്ഥലമാണ്. ശാന്തിപുരം, അതായത് നമ്മുടെ അയിരൂപ്പാറ വന്നിറങ്ങിയതിന് ശേഷം കുറ്റ്യാണി പോണ റോഡ്, വട്ടപ്പാറ കുറ്റ്യാണി പോണ റൂട്ടാണ് ഈ റോഡ്. ആ റോഡ് സൈഡിൽ തന്നെയാണ് വീട്. അച്ഛനിപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അന്ന് അച്ഛൻ നമ്മുടെ അടുത്ത് കരഞ്ഞെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അച്ഛാ, എന്തായാലും വിഷമമായി. വിഷമമായ സാറേ, എനിക്ക് എൻ്റെ ഒരു അച്ഛൻ ഒരിക്കലും മോൻ പോകണമെന്ന് പ്രാർത്ഥിക്കൂല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചത് എന്താണ്, അവൻ്റെ വിളി കേൾക്കാനും പിന്നെ അവൻ്റെ ഉള്ള മോളോട്ട് പഴുത്തി അറിയാൻ 2 കാലം മുറിക്കേണ്ടി വരും. കാണാൻ താങ്ങാതെ വരും. ആ ഒരു അവസ്ഥയിൽ പറയാം. ഈ ആക്സിഡൻറ്റിനൊക്കെ തന്നെ ഒരുപാട് സഹായിച്ചു. അതുപോലെ നമ്മളെ പയ്യന്മാർ, ചാനൽ ഡ്രൈവർമാർ, ഒരുപാട് ആത്മാർത്ഥമായിട്ട് നിൽക്കണ മണികണ്ഠൻ ഉൾപ്പെടെ ഒരുപാട് ഡ്രൈവർമാർ ഇന്നലെ ഉൾപ്പെടെ ഈ ആഴ്ചയിൽ സഞ്ചാരമുള്ള ചടങ്ങ് വരെ അവർ ചെയ്ത്. എൻ്റെ അത്ര ഇല്ലായ്മ ഉണ്ട്. എൻ്റെ മോളും ഇതുപോലെ മാനസിക സ്വന്തം കൂട്ടുകാരാണ്. എൻ്റെ മകൾക്ക് പേര് കൂടെ മാനസിക ആശുപത്രിയിലെ ചികിത്സയിലാണ്. പകുതി കൂടി അവിടെ നിന്ന് കിട്ടും. 2 രൂപ പകുതി കൂടി അവിടെ നിന്ന് കിട്ടും, പകുതി നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കും. അവരെയും സഹായിക്കുന്ന ഇവരാണ്. എനിക്ക് ഗുളി എന്തെങ്കിലും ആക്കി പൈസ നമ്മൾ എല്ലാ ഡ്രൈവർമാരും സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ, മകൻ മരിച്ചു. ഇനിയും ഇവിടുത്തെ നമ്മുടെ ഈ ആട്ടോ റിക്ഷ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടപ്പുറകൾ പോലെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാര്യവട്ടത്തിൽ പ്രത്യേകതയുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കര ഐക്യവും ഭയങ്കര ഒരു സ്നേഹബന്ധമാണ്. അവർ തന്നെയാണ് ഈ ഒരു ഇതിൽ രാത്രി എന്നെ വന്ന് വിട്ട് 12 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഇദ്ദേഹം മരിച്ചുപോയെന്ന് ഒരു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള എൻ്റെ ഒരു കൂടപ്പുറ ഞാൻ സ്നേഹിക്കുന്ന ഒരാളെ എന്നെ വിളിച്ച് പറയുന്നത്. ഞാൻ രാത്രി പള്ളിയിൽ പോകണമായതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് പിന്നെ രാവിലെ ഇവിടെ ഞാൻ വരികയാണ്. വന്ന് കണ്ട കാഴ്ച കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് വളരെ ടെൻഷനായിപ്പോയി. പക്ഷേ എനിക്ക് ഏറ്റവും ഉപരിയായിട്ട് പറയാനുള്ളത്, ഈ കാര്യവട്ടം ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാവരും കൂടെ സഹോദരങ്ങളെ പോലെയാണ്. അവനെ അത്രത്തോളം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും കൂടെ എന്തൊക്കെ കളക്ഷൻ എടുത്ത് അതൊക്കെ അവർ പുള്ളിയെ കൊണ്ട് ഏൽപ്പിച്ചു. ഇന്ന് അതാണ്ട് ഇപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും പിന്നെ സീനിയർ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ് കാര്യവട്ടത്തോടുന്നത്. അനിയാണെങ്കിലും ആദ്യം ഓട്ടോറിക്ഷ തുടങ്ങുന്ന സമയത്തുള്ള ആളാണ് അനി. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെ സഹായം, അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്.
ഇപ്പം ഞാൻ എടുത്ത് പൊഴുത്തി പറയുന്നതല്ല, അവരും എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ അവരുടെയൊക്കെ സപ്പോർട്ട് എനിക്കുണ്ട്. എല്ലാവരും വിളിച്ച് ചോദിക്കും എങ്ങനെ മനോഹരനെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന്, അവരുടെ ഫാമിലി ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് എൻ്റെ അടുത്ത് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതും പിന്നെ മനോഹരൻ ഞാനുമായിട്ടുള്ള ഒരു ബന്ധം വളരെ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് ചെറിയൊരു സഹായമാണെങ്കിലും ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സഹായം നൽകുന്നവരെന്നും പിന്നെ നിർത്തരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം വെച്ചാൽ ഇനിയും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതേ അവസ്ഥയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ മകൾക്കും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഏതായാലും അഗസ്റ്റിൻ ചേട്ടൻ, കാരണം ഇവരുടെ കയ്യിൽ ഫോണും ആ ഒരു ഗൂഗിൾ പേ നമ്പരോ അക്കൗണ്ട് നമ്പരോ ഒന്നും തന്നെ ഇല്ല. അഗസ്റ്റിൻ ചേട്ടൻ നമ്പർ തന്നെ വീണ്ടും ഞാൻ കൊടുക്കുകയാണ്. സഹായിക്കാൻ താല്പര്യമുള്ളവരൊക്കെ സഹായിക്കുക. കഴിയുന്നുള്ളവർ പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് കാണുമ്പോൾ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാവും. ഈ അവസ്ഥ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ എല്ലാവരും സഹായിക്കാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നത്. വിസ്മയ ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.